ഇപ്പം നിങ്ങൾ ആപ്പിൾ ഐഫോൺ യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ പുതിയൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ആ ഒരു ആപ്പ് ഈ ഒരു ഹോം സ്ക്രീനിൽ കാണാൻ പറ്റുന്നുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ ആപ്പ് സ്റ്റോറിൽ പോയി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ആണ് എന്ന് പറയുന്നുണ്ടാവും, പക്ഷേ നിങ്ങൾ ഹോം സ്ക്രീനിൽ പോയി നോക്കിയാൽ അത് കാണാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആ ഒരു ആപ്പ് എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ലാസ്റ്റ് പേജിൽ പോയിട്ട് ഒന്നും കൂടി ഇങ്ങോട്ട് സ്വൈപ്പ് ചെയ്താൽ ആപ്പ് ലൈബ്രറി വരുന്നതായിരിക്കും. ഇതിൽ നിങ്ങൾക്ക് അത് കാണാൻ പറ്റുന്നുണ്ടാവും. ഇപ്പം ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ഇപ്പം ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നത് ഹോം സ്ക്രീനിൽ കാണാത്ത പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിന് വേണ്ടിയിട്ട് സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹോം സ്ക്രീൻ ആൻഡ് ആപ്പ് ലൈബ്രറി എന്നുള്ള ഓപ്ഷൻ താഴെ കാണാൻ പറ്റും. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ന്യൂലി ഡൗൺലോഡഡ് ആപ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ കിടക്കുന്നുണ്ട്. അത് ചിലപ്പം ആപ്പ് ലൈബ്രറി ഒള്ളിയായിട്ടായിരിക്കും സെറ്റ് ആയിട്ടുണ്ടാവുക. അതായത് ആ ഒരു ആപ്സ് ആപ്പ് ലൈബ്രറിയിലോട്ട് മാത്രമായിരിക്കും ആഡ് ആവുക, ഹോം സ്ക്രീനിൽ ആഡ് ആവില്ല. ഇപ്പം ഹോം സ്ക്രീനിലോട്ടും ആഡ് ആവണം എന്നുണ്ടെങ്കിൽ ആഡ് ടു ഹോം സ്ക്രീൻ എന്നുള്ളതാണ് സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു ഹോം സ്ക്രീനിലും ആഡ് ആവുന്നതായിരിക്കും, അതുപോലെ തന്നെ ഈ ഒരു ആപ്പ് ലൈബ്രറിയിലും ആഡ് ആവുന്നതായിരിക്കും. അപ്പം ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ആപ്പിൾ ഐഫോൺസിൽ ഡൗൺലോഡ് ചെയ്ത ആപ്പ് ഹോം സ്ക്രീനിൽ കാണാത്ത പ്രശ്നം പരിഹരിക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഈ ഒരു വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ ജെന്യുവൻ ആയിട്ടുള്ള അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്.